സിനിമ ഹിറ്റാകുന്നതും പരാജയപ്പെടുന്നതിനും ട്രോളുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മോശം സിനിമയെ ട്രോളി നശിപ്പിക്കുമ്പോൾ നല്ല സിനിമയെ വാനോളം ഉയർത്തുകയാണ് ട്രോളർമാർ. അതുപോലെ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച നടന്മാരെയും നടിമാരെയും തിയേറ്ററിൽ പൊട്ടിച്ചിരി വിരിയിപ്പിച്ച ഹാസ്യതാരങ്ങളെയും കൂടാതെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സംഭാഷണങ്ങളും ട്രോളന്മാരാണ് പൊടിതട്ടിയെടുത്ത് വൈറലാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ സിനിമയെ വളർത്തുവാൻ മാത്രമല്ല മറിച്ച് തളർത്തുവാനും കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇവർ. 2016 ട്രോളർമാർ കൈവച്ച 5 സിനിമകളാണ് ഇനി പറയുന്നത്. തോപ്പിൽ ജോപ്പനാണ് ട്രോളർമാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ച 2016 സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രം. മമ്മൂട്ടി നായകനായി എത്തിയ തോപ്പിൽ ജോപ്പൻ ജോണി ആന്റണിയാണ് സംവിധാനം ചെയ്തത്. 8 വർഷത്തിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു എന്ന പ്രത്യേകത കാരണമാണ് ട്രോളർമാർ സിനിമയെ ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇതിൽ ശ്രദ്ധ നേടിയ ട്രോൾ ഇങ്ങനെയാണ്: ജോപ്പനെ പുലി പിടിച്ചു. വെൽക്കം ടു സെൻട്രൽ ജയിൽ. ദിലീപ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ ഓണചിത്രമായാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ തിയേറ്ററിൽ എത്തിയത്. ചിരി പ്രതീക്ഷിച്ചു പോയവരെ തീർത്തും നിരാശമാക്കിയതിന് ചിത്രത്തിന് മാത്രമല്ല നടൻ ദിലീപിനെയും ട്രോളർമാർ വിട്ടില്ല. അതിൽ രസകരമായ ഒരു ട്രോൾ ഇങ്ങനെയാണ്: ഇതിലും ഭേദം ആരെങ്കിലും കൊന്ന് സെൻട്രൽ ജയിലിൽ പോകുന്നതായിരുന്നു. ഇടി. ജയസൂര്യ നായകനായി എത്തിയ ഇടി വല്ലാത്തൊരു അടിയായി പോയെന്നാണ് ട്രോളർമാരുടെ വാദം. നവാഗതനായ സാജിദ് ഹിയ അണിയിച്ചൊരുക്കിയ സിനിമ പരാജയമായിരുന്നു. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി നവാഗതനായ ഋഷി ശിവകുമാറായിരുന്നു സംവിധാനം ചെയ്തത്. 90കളിൽ നടക്കുന്ന കഥയാണ് ചിത്രം പങ്കുവച്ചത്. എന്നാൽ സിനിമയെ ട്രോളർമാർ നെഗറ്റീവായി കീഴ്മുറിച്ചായിരുന്നു ആക്രമിച്ചത്. ഷാജഹാനും പരീക്കുട്ടിയും. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, അമല പോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത റംസാൻ ചിത്രമായിരുന്നു ഷാജഹാനും പരീക്കുട്ടിയും. എന്നാൽ ചിത്രത്തിനെതിരെ ട്രോളർമാർ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.